ഇവിടുത്തെ രണ്ട് വിഷയങ്ങൾ, വെള്ളപ്പാച്ചിൽ, അതെങ്ങനെയാണ് അവരുടെ അധ്വാനത്തെ കെടുത്തുന്നത്, ആ അപകടം നമുക്ക് ഓവർകം ചെയ്യണം. അതിനുവേണ്ടി കളക്ടറടുത്ത് ഞാൻ ഈ ജൂൺ ജൂലൈയിലുണ്ടായ വെള്ളപ്പൊക്ക സമയത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് വിളിച്ചും ഏനമാവ് എന്തായി റിപ്പോർട്ട് തരാം സാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവർ തരും. എത്ര മാസമായി? നമ്മൾ ഈ ടോപ്പ് ലൈനിലുള്ള കളക്ടറെ പോലുള്ള ഉദ്യോഗസ്ഥരെ നമ്മൾ കുറ്റം പറയാനൊക്കത്തില്ല. ഇവിടെ വ്യക്തമായ ഒരു രാഷ്ട്രീയ കളിയാണ്. അതില്ലാന്നവർ വ്യക്തമാക്കണമെങ്കിൽ പരിഹാര മാർഗം നമുക്ക് ചെയ്ത് കാണിച്ചു തരണം, വാഗ്ദാനമല്ല. അപ്പോൾ അതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇറിഗേഷൻ്റെയും അഗ്രികൾച്ചറിൻ്റെയും അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ചിമ്മിനി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ ഡാമിൻ്റെ വാട്ടർ ഫ്ലോയിങ് കൺട്രോൾ ആരുടെ കയ്യിലാണോ അവർ വന്ന് വാഗ്ദാനം തല്ല, എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എപ്പോൾ ചെയ്യുമെന്നും പറയട്ടെ. അതിന് വന്ന് സാക്ഷിയായിട്ട് ഞാൻ അവിടെ ഇരിക്കാം. അത് നടന്നില്ലെങ്കിൽ പിന്നെ ചോദിക്കാം. ഞാൻ പറയുന്ന ഈ ഘട്ടം അതാണ്, അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുലമ്പിയിട്ട് കാര്യമില്ല. ഈ ഏനമാവ് ഷട്ടറിന്റെ കേസ് ഇനി ഭാവിയിൽ ഇനി വരുന്ന വർഷങ്ങൾ ഇതിനേറ്റവും ഗുരുതരാവാനാണ് ഉപ്പുവെള്ളം കയറുന്നത്. അത് പണി പൂർത്തീകരിക്കുക ഒരുപാട് കാലമായി തുടങ്ങിയിട്ട് അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല സാർ. കോഓപ്പറേറ്റീവ് ഫെഡറലിസം ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അവർ പറയട്ടെ. നിങ്ങൾ മുഖ്യമന്ത്രിയെ ഒന്ന് കാണാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇതാണ് ഉറപ്പ് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഒന്ന് പോയി കാണാം. അദ്ദേഹം ചോദിക്കട്ടെ അവരുടെ അടുത്ത്, ഉദ്യോഗസ്ഥരുടെ അടുത്ത്. ഈ പ്രായോഗികമായിട്ട് ഈ താൽക്കാലിക എല്ലാം വെറുതെ ലാഭം അതാണ്. അത് പണി വർഷം അതിനകത്ത് മണ്ണും ചെളിയും കൂടുതൽ കൊണ്ടിട്ട് അതിനകത്ത് നിന്ന് അടിച്ചു മാറ്റുക. അതാണ് സത്യം. നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ എന്തിനെല്ലാം നടത്തുന്നു? കർഷകർക്ക് വേണ്ടി ഒരു ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾക്ക് നടത്തിക്കൂടെ? മീഡിയ ഇൻവെസ്റ്റിഗേഷൻ. കൊലക്കേസിന് വരെ നിങ്ങൾ കോടതി നടത്തുന്നുണ്ട്. കൊലക്കേസ് ഒരു ജഡ്ജിയുടെ തീരുമാനത്തെ പോലും തിരിച്ചുവിടുന്ന രീതിയിൽ നിങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്. അതൊന്ന് അവസാനിപ്പിച്ചിട്ട് അത് ജഡ്ജിമാരൊക്കെ തീരുമാനിച്ചോട്ടെ. നിങ്ങൾ ഇങ്ങനെയുള്ള നമ്മുടെ അന്നം, നിങ്ങൾക്ക് ഇതില്ലാതെ ക്യാമറ പൊക്കാനുള്ള ശക്തി പോലും ഉണ്ടാവില്ലല്ലോ. ഉണ്ടാകും. എനിക്ക് പറ്റില്ല. എനിക്ക് ഉച്ചയ്ക്ക് ചോറ് കിട്ടിയേ പറ്റൂ. നിങ്ങൾ ശക്തമായ നീക്കം നടത്തും. ജനങ്ങളും താല്പര്യത്തോടെ കാണാനുണ്ടാവും. അവർക്ക് ഈ സെലിബ്രിറ്റികളുടെയും രാഷ്ട്രീയക്കാരുടെയും ഒന്നും പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഴിപ്പലക്കലും അതൊന്നും കാണാൻ ഒരു താല്പര്യമില്ല. അവരുടെയും കൂടി അന്നപ്രശ്നമാണെന്ന് പറഞ്ഞ് ഇത് നിങ്ങൾ ആ കാർഷിക നിയമത്തിന് വേണ്ടി ഒരു ഫൈറ്റിലേക്ക് കൊണ്ടുപോയത് കാര്യങ്ങൾ നേരെയാവുന്നത് നോക്കിയോ. ഉടനെ അംബാനി അദാനി എന്ന് പറഞ്ഞ് കിടന്ന് നിലവിളിക്കും. അതിനേക്കാൾ വലിയ കൊടൂരന്മാരാണ് നേരത്തെ പറഞ്ഞ മാഫിയ. മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആരൊക്കെയാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക. ഞാൻ പറഞ്ഞ രാഷ്ട്രീയമായി പോകും. നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ സത്യസന്ധമായിട്ട് അന്വേഷിച്ച് നാട്ടുകാരെ അറിയിക്കുക ആരാണ് യഥാർത്ഥ മാഫിയ എന്ന്.